ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെല്ലലൊലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ വീലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലിട്ട്. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ വീല് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള ബോക്സ്. അപ്പോൾ ഞാനിത് സ്ക്വയറിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ബോക്സ് രണ്ട് സൈഡും. ഇനി ഇതേപോലെ മറ്റേ സൈഡും കട്ട് ചെയ്ത് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു വട്ടം വരച്ചു കൊടുക്കുക. ഇനി മറ്റേതിലും അതേപോലെ വരച്ചു കൊടുക്കുക. വരയ്ക്കുമ്പോൾ രണ്ടും ഒരേ റേഡിയസിലാവാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഇനി കട്ട് ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കൂടെ വേറൊരു സർക്കിൾ വരയ്ക്കുക, രണ്ടിൻ്റെ. അതും ഒരേ സൈസിലാവാൻ ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും ഒന്നിന് നടുവിലുള്ള വട്ടം മാത്രമായിട്ട് കട്ട് ചെയ്യുക. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇനി അതിൻ്റെ ചുറ്റിലും പശ തേക്കുക. എന്നിട്ട് ഒരു കളർ പേപ്പറോ ഏത് കളറായാലും കുഴപ്പമില്ല, അത് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല കൃത്യത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി നമ്മൾ കോമ്പസ് വെച്ച ഭാഗം മാർക്ക് ചെയ്തിട്ട് 30 ഡിഗ്രിയിൽ ഇതേപോലെ വരച്ചെടുക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രിയിൽ വരയ്ക്കുക. ആദ്യം ഡയാമീറ്റർ വരയ്ക്കുക, എന്നിട്ട് 30 ഡിഗ്രി എടുത്തിട്ട് വരയ്ക്കാം. ഇതേപോലെ ഞാൻ വരയ്ക്കുന്ന പോലെ വരയ്ക്കാം. ശേഷം നടുവിൽ നമ്മൾ കട്ട് ചെയ്ത വട്ടം വെച്ചിട്ട് ഇതേപോലെ വരയ്ക്കാം. ഇനി നമ്മൾ വരച്ചതൊക്കെ സ്കെച്ച് വെച്ചിട്ട് വരയ്ക്കുക, പെൻസിലിട്ട് വരച്ചതും. ഇനി ചെറിയ സർക്കിളിൽ പശ തേച്ചിട്ട് ഒരു വേറെ കളറ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിൽ ഞാനിപ്പോൾ യെല്ലോ കളർ പേപ്പറാണ് ഒട്ടിക്കുന്നത്, അത് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ യെല്ലോ വെച്ചിട്ട് കവർ ചെയ്യുക. നടുവിലുള്ള സർക്കിളിൻ്റെ ഉള്ളിലുള്ള സ്ക്വയറിൻ്റെ അളവ് വെച്ചിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്യുക. ഇനി അത് അളവ് അനുസരിച്ച് വെട്ടിയിട്ട് അത് കട്ട് ചെയ്യുക. ഇനി ഇതേപോലെ ആ മേലത്തെയും അടിയിലൊക്കെ ഉള്ള അളവ് നോക്കിയിട്ട് ഒരു പേപ്പർ എടുക്കുക. വെച്ച് കവർ ചെയ്താൽ അതേ യെല്ലോ വെച്ചിട്ട് ഇതും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഏത് കളർ വെച്ചിട്ടാണോ എടുത്തത് അതേപോലെ കവർ ചെയ്യുക. ഇനി ഈ രണ്ട് യെല്ലോയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഹോൾ ഇട്ടുണ്ടോ, ഹോള് മറയാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് ഇതാക്കി വയ്ക്കാം. ഞാൻ റോള് കളർ പേപ്പറിലൊന്ന് പൊതിഞ്ഞു കൊടുക്കുക, ഇതേപോലെ കേട്ടോ. ഇനി ഈ റൗണ്ട് ട്രേസ് ചെയ്തിട്ട് അവിടെ നടുവിൽ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. അതേ സൈഡിൽ അതേ അളവിൽ വരയ്ക്കുക കേട്ടോ, അടിയിലും. ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഫസ്റ്റ് ഹോൾ ഇട്ടതിന് ശേഷം കറക്റ്റാക്കി വെച്ചിട്ട് അടിയിൽ ഹോൾ ഇട്ടാലും കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റ് ഇതിൽ കിട്ടും. എന്നിട്ട് ആ ബ്ലൂയിലുള്ളതും കട്ട് ചെയ്യണ്ട കേട്ടോ. ഇനി ആ റോള് ബ്ലൂവിൻ്റെ ഉള്ളിലൂടെ ഇറക്കിയിട്ട് നമ്മുടെ യെല്ലോ വെച്ചിട്ടൊന്ന് നോക്കുക കറക്റ്റ് ആണോ എന്നൊക്കെ. കറക്റ്റ് ആണെങ്കിൽ ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക, അത് ഇളകി പോരാത്ത രീതിയിൽ. ഇനി ഞാൻ ആ റോളിൻ്റെ സൈസ് കുറച്ചിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തിട്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ മുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ. ഇനി ഇതേപോലെ അവിടെ ആ ഒരു ബോക്സിൻ്റെ അളവ് നോക്കിയിട്ട് ഒരു ഇത് വരയ്ക്കുക, സ്ക്വയർ വരയ്ക്കുക. ശേഷം അത് കട്ട് ചെയ്യുക. ഇനി ഇതേപോലെ 7 × 1 7 അങ്ങനെ എഴുതാം. അതിൻ്റെ ആൻസേഴ്സും ഇതൊക്കെ എഴുതി കൊടുക്കുക.
അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ വീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 7 × 1 7, 7 × 2 14. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വീലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടതെന്ന് കമൻറ്റ് കൂടി ചെയ്യുക. അപ്പോൾ ബൈ.